ഹായ് ഹലോ, നമുക്കിന്ന് ചന്ദ്രയാൻ 2നെ കുറിച്ച് നോക്കാം. മാക്സിമം പോയിൻ്റ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പഠിക്കാം. ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2ൻ്റെ സമയത്തെ ISRO ചെയർമാനായിരുന്നു കെ ശിവൻ. അദ്ദേഹം ISROയുടെ 9ാമത്തെ ചെയർമാനായിരുന്നു. കെ ശിവൻ എങ്ങനെ അറിയപ്പെട്ടത്? റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ. എന്താണ് റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ? എന്നാൽ അപ്പോൾ റോക്കറ്റ് വുമൺ ആരാണ്? റിതു കരിദാൽ. ചന്ദ്രയാൻ 2ൻ്റെ മിഷൻ ഡയറക്ടറാണ് റിതു കരിദാൽ. അവരറിയപ്പെടുന്നത് റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ. പ്രോജക്റ്റ് ഡയറക്ടർ വനിത മുത്തയ്യ. ISROയുടെ ആദ്യ വനിതാ പ്രോജക്റ്റ് ഡയറക്ടറാണ് വനിത മുത്തയ്യ. അപ്പോൾ റോക്കറ്റ് മാൻ ആരാണ്? റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കെ ശിവൻ. റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് റിതു കരിദാൽ. അങ്ങനെയാണെങ്കിൽ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? APJ അബ്ദുൽ കലാം. മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ ടെസി തോമസ്. ചന്ദ്രയാൻ 2ൻ്റെ ബഡ്ജറ്റ് എത്രയാണ്? 978 കോടി രൂപ. ഇതിൻ്റെ വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3 M. GSLV മാർക്ക് 3 എമ്മിൻ്റെ പുതിയ നെയിമാണ് LVM 3 M. GSLVയുടെ ഫുൾ ഫോം എന്താണ്? ജിയോ സിൻക്രണൈസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ISROയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന വാഹനമാണ് GSLV. കഴിഞ്ഞ ക്ലാസ്സിൽ ചന്ദ്രയാൻ 1ൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു ISROയ്ക്ക് 3 തരത്തിലുള്ള വിക്ഷേപണ വാഹനങ്ങളാണുള്ളത്: PSLV, GSLV, SSLV. ചന്ദ്രയാൻ 2ൽ എന്തൊക്കെയുണ്ട്? ഒരു ഓർബിറ്റർ, ഒരു ലാൻഡർ, ഒരു റോവർ. ലാൻഡറിൻ്റെ പേര് വിക്രം, റോവറിൻ്റെ പേര് പ്രഗ്യാൻ. വിക്രം ലാൻഡർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തെ താപചാലകത അളക്കാനും ചന്ദ്രനിലെ പ്രകമ്പനങ്ങൾ തിരിച്ചറിയാനും മറ്റു വിവരശേഖരണങ്ങൾക്കുമുള്ള വിവിധ ഉപകരണങ്ങൾ ഇതിലുണ്ട്. പ്രഗ്യാൻ റോവർ ലാൻഡ് ചെയ്ത സ്ഥലത്ത് വിക്രം ലാൻഡറിൻ്റെ പരിധിക്കുള്ളിൽ സഞ്ചരിച്ച് വിവരങ്ങൾ ശേഖരിക്കും. ഗതി നിയന്ത്രണത്തിനായി പ്രത്യേകം ക്യാമറകൾ പഠനങ്ങൾക്കായി 2 ഉപകരണങ്ങളിലുമുണ്ട്. അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? ചന്ദ്രയാൻ 2ൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നും റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നും. അത് തമ്മിൽ മാറിപ്പോകരുത്, പഠിക്കണം. ചന്ദ്രയാൻ 2 എന്നാ വിക്ഷേപിച്ചത്? 2019 ജൂലൈ 22-ന്. എന്നാണ് വിക്ഷേപിച്ചത്? 2019 ജൂലൈ 22-ന് വിക്ഷേപിച്ചു. 2019 ഓഗസ്റ്റ് 20-ന് ഭ്രമണപഥത്തിലെത്തി. 2019 സെപ്റ്റംബർ 7-ന് വിക്രം ലാൻഡർ ഓർബിറ്ററിൽ നിന്ന് സെപ്പറേറ്റ് ആയി. ചന്ദ്രയാൻ 2ൻ്റെ ലക്ഷ്യം എന്താണ്? സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ വേണ്ടി തീരുമാനിച്ച വിക്ഷേപണമാണ്. നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക. എന്താണ്? ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ ക്ലാസ്സിൽ ചന്ദ്രയാൻ 1ൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു 2 തരത്തിലുള്ള ലാൻഡിംഗ് ഉണ്ട്: സോഫ്റ്റ് ലാൻഡിങ്ങും ഹാർഡ് ലാൻഡിംഗ് ഓർ ക്രാഷ് ലാൻഡിങ്ങും. ഇവിടെ സോഫ്റ്റ് ലാൻഡിംഗ് ആണ് തീരുമാനിച്ചിരുന്നതെങ്കിലും പക്ഷേ ഹാർഡ് ലാൻഡിംഗ് ആണ് നടന്നത്. ഓർബിറ്ററിന് 7 വർഷം കാലാവധിയുണ്ട്. ഇപ്പോഴും ചന്ദ്രവിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു സക്സസ് ബേസ്ഡ് മിഷൻ ആയിരുന്നു, പക്ഷേ ഇത് ഫുള്ളി സക്സസ് അല്ല. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ശ്രമിക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. എന്താണ്? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ശ്രമിക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ ബഹിരാകാശ ഏജൻസി ഏതെന്ന് ചോദിച്ചാലും ഏതാ ആൻസർ? ISRO. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ്ങിന് ശ്രമിക്കുന്ന ആദ്യ ബഹിരാകാശ ഏജൻസി ISRO. ഇത് ഫുള്ളി സക്സസ് അല്ലെന്ന് പറയുന്ന കാരണം പറയാം. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ എത്തുന്നതിന് 500 മീറ്റർ വരെ ഈ ദൗത്യം വിജയകരമായിരുന്നു. എന്നാൽ 500 മീറ്ററിന് മുകളിൽ എത്തിയപ്പോൾ വിക്രം ലാൻഡറിന് ISROയുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയും അതിനെ നിയന്ത്രിക്കുവാൻ പറ്റാതെ വരികയും വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡിങ്ങിന് പകരം ഇടിച്ചിറങ്ങുകയും ചെയ്തു.
സോഫ്റ്റ് ലാൻഡിംഗ് ലക്ഷ്യം വച്ചിടത്ത് ഹാർഡ് ലാൻഡിംഗ് ഓർ ക്രാഷ് ലാൻഡിംഗ് നടന്നതിനാൽ ചന്ദ്രയാൻ 2 പൂർണ്ണ വിജയകരമായിരുന്നില്ല. ആ സമയത്ത് നമ്മൾ ടെലിവിഷനിലൊക്കെ കണ്ടില്ലായിരുന്നോ നരേന്ദ്രമോദി ISRO ചെയർമാനായ കെ ശിവനെ ആശ്വസിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ആരും മറന്നു കാണത്തില്ല. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയതിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയ ചെന്നൈ സ്വദേശിയാണ് ഷൺമുഖ സുബ്രഹ്മണ്യൻ. ഇത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. എന്താണ്? ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയതിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയ ചെന്നൈ സ്വദേശി ആരാണ്? ഷൺമുഖ സുബ്രഹ്മണ്യൻ. ഇങ്ങനെ വിക്രം ലാൻഡർ ഇടിച്ചിറങ്ങിയ സ്ഥലത്തിന് ഒരു പേര് നൽകിയിട്ടുണ്ട്. ആ പേരാണ് തിരങ്ക. എന്താണ്? തിരങ്ക. നമുക്ക് ചന്ദ്രയാൻ 2-ൽ പ്രധാനമായും ഓർത്തിരിക്കേണ്ട പോയിന്റ് പറയാം. ചന്ദ്രയാൻ 2-ൻ്റെ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? കെ ശിവൻ. കെ ശിവൻ എങ്ങനെ അറിയപ്പെടുന്നു? റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ. മിഷൻ ഡയറക്ടർ റിതു കരുതാൽ റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. പ്രോജക്റ്റ് ഡയറക്ടർ വനിതാ മുത്തയ്യ. ISROയുടെ ആദ്യ വനിതാ പ്രോജക്റ്റ് ഡയറക്ടറാണ് വനിതാ മുത്തയ്യ. പിന്നെ വിക്ഷേപണ വാഹനം ഏതാന്ന് പഠിക്കണം. GSLV Mark 3 M. പിന്നെ എന്താ നോക്കേണ്ട? ഇതെന്നാ വിക്ഷേപിച്ചത്? 2019 ജൂലൈ 22 വിക്ഷേപിച്ചു. എന്നാണ് ചന്ദ്രയാൻ ഫസ്റ്റ് വിക്ഷേപിച്ചത്? 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ ഫസ്റ്റ് വിക്ഷേപിച്ചത്. പിന്നെ ഓർത്തിരിക്കാനുള്ളത് റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നും ലാൻഡറിൻ്റെ പേര് വിക്രം എന്നും. പിന്നെ ചന്ദ്രോപരിതലത്തിൽ വിക്രം ലാൻഡർ ഇടിച്ചിറങ്ങിയതിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയ ചെന്നൈ സ്വദേശി ആരാണ്? ഷൺമുഖ സുബ്രഹ്മണ്യൻ. പിന്നെ വിക്രം ലാൻഡർ ഇടിച്ചിറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേരെന്താണ്? തിരങ്ക. വേറൊരു പോയിന്റ്, ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ശ്രമിക്കുന്ന ആദ്യ രാജ്യമെന്നോ ആദ്യ ബഹിരാകാശ ഏജൻസി എന്നോ ചോദിച്ചാൽ എന്തെഴുതണം? രാജ്യമെന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്നും ബഹിരാകാശ ഏജൻസി എന്ന് ചോദിച്ചാൽ ISRO എന്നും എഴുതണം. ഓക്കെ, താങ്ക് യു.